പ്രിയമുള്ളവരെ, എവർക്കും സാദര നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്നത് നമ്മുടെ മലയാള സിനിമയിലെ സവർണ്ണ മേധാവിത്വത്തെക്കുറിച്ചാണ്. സവർണ്ണ മേധാവിത്വം എന്ന് പറയുമ്പോൾ എനിക്കല്ല കേട്ടോ, സവർണ്ണ മേധാവിത്വമുണ്ട് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചിലർക്ക്. എന്തായാലും ഒരു മുഖപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. ദിലീഷ് പോത്തൻ സംവിധാനത്തിൽ ആഷിഖ് നിർമ്മിച്ച പടമാണ് മഹേഷിന്റെ പ്രതികാരം. ഫഹദ് ഫാസിലും സൗബിനും പ്രധാന കഥാപാത്രമായി വരുന്ന സിനിമ. അതിൽ കുട്ടി ലാലേട്ടൻ ഫാനാണോ എന്ന് സൗബിൻ ചോദിക്കുന്ന ഒരു സീനുണ്ട്. ഞാൻ ലാലേട്ടൻ ഫാനാണ്. മമ്മൂക്ക എന്ത് റോൾ വേണേലും ചെയ്യും. ചായക്കടക്കാരൻ, തെങ്ങുകയറ്റക്കാരൻ, പൊട്ടൻ. പക്ഷേ ലാലേട്ടൻ ഉണ്ടല്ലോ, വർമ്മ, നായര്, മേനോൻ, ഇത് വിട്ടൊരു കളിയുമില്ല. ടോപ്പ് ക്ലാസ് ഓൺലി. ആഷിഖ് കപൂർ നിർമ്മിച്ച് മമ്മൂട്ടിയുടെ സിനിമയിൽ വന്ന സോബിൻ പറയുന്ന ഈ ഡയലോഗ് മോഹൻലാലിനെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അല്ലെന്ന് 100 തരം. മോഹൻലാൽ എന്ന മലയാള സിനിമയുടെ നെടുംതൂണായി നിൽക്കുന്ന ഒരാളെ സവർണൻ എന്ന് മുദ്രകുത്തി സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു അത്. വളരെ നിഷ്കളങ്കമായി പറഞ്ഞു വെച്ച ആ ഡയലോഗിന് ശേഷം അതിൽ പിടിച്ച് എത്രയെത്ര ചർച്ചകളാണ് ഇവിടെ നടന്നത്. അവർ ലാലേട്ടനെ കൃത്യമായി ബ്രാൻഡ് ചെയ്യുകയായിരുന്നു. എത്രയെത്ര സൈബർ ആക്രമണങ്ങളാണ് ലാലേട്ടന് നേരെ ഉണ്ടായത്. എന്നിട്ടും മോഹൻലാൽ എന്ന മഹാനടനെ വീഴ്ത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത്രമാത്രം മലയാളികൾക്ക് ലാലേട്ടൻ പ്രിയപ്പെട്ടവനാണ്. എങ്കിലും കുറച്ചു കാലമായി അത്തരം ശ്രമം ഒരു കോണിൽ നിന്ന് ഉയരുന്നുമുണ്ട്. അതിനു പിന്നിൽ ആഷിഖ് കപൂർ ഉൾപ്പെടുന്ന മട്ടാഞ്ചേരി മാഫിയാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമൊന്നുമല്ല. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാൽ ക്ഷത്രിയനായ നരസിംഹ മന്നാടിയാരും, ന്യൂഡൽഹിയിലെ കൃഷ്ണമൂർത്തിയും, പെരുമാളും, നായർ സാബും, അയ്യർ ദി ഗ്രേറ്റിലെ സൂര്യനാരായണ അയ്യരും, മഴയത്ത് മുൻപയിലെ നന്ദകുമാർ വർമ്മയും, മാധവനുണ്ണിയും, സേതുരാമയ്യർ CBIയും ഉൾപ്പെടെ നിരവധി ടോപ്പ് ക്ലാസ് കഥാപാത്രങ്ങൾ കാണാം. രണ്ടുപേരും നിരവധി അത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും എന്തേ അങ്ങനെ ഒരു വിമർശനം കേട്ടില്ല മമ്മൂക്ക? ഓട്ടോയിലെ സുധി, കിരീടത്തിലെ സേതുമാധവൻ മുതൽ ഒടുക്കം ജോർജ് കുട്ടി വരെ എത്രയെത്ര സാധാരണക്കാരനായി ലാലേട്ടൻ നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ടും ലാലേട്ടൻ ടോപ്പ് ക്ലാസ് മാത്രം ചെയ്യുന്നവൻ ആണ് എന്ന് നമ്മളോട് അവർ പറഞ്ഞു, ഒരു ഉളുപ്പുമില്ലാതെ. ഇതൊക്കെ നിഷ്കളങ്കമായി ഉണ്ടായതാണോ? സംശയമാണ് കേട്ടോ. ലാലേട്ടനെ വിമർശിക്കുന്നവരുടെ വേരുകൾ വെറുതെ ഒന്ന് തേടിപ്പോയി നോക്കുക. എത്തുന്നത് മമ്മൂട്ടി എന്ന ഒരാളിൽ ആയിരിക്കും. അത് ഫാൻസ് ആയാലും സിനിമാ പ്രവർത്തകർ ആയാലും ഒരേ തണൽ. ആന്റണി പെരുമ്പാവൂർ ചർച്ച ആയതുപോലെ മറ്റൊരു സിനിമാ നിർമ്മാതാവും കേരളത്തിൽ ചർച്ചയായിട്ടുണ്ടാവില്ല. കാരണം അയാൾ മോഹൻലാലിന്റെ ബിനാമി എന്ന പേരിലാണ് വിമർശിക്കുന്നതും പരിഹസിക്കുന്നതും. എന്നാൽ മമ്മൂട്ടിയുടെ മേക്കപ്പ് മാൻ ജോർജ് പ്രൊഡ്യൂസറായതും മമ്മൂട്ടിയുടെ സിനിമ നിർമ്മിക്കുന്നതും നമുക്ക് വിഷയമേ അല്ല. പരിഹാസം ഒട്ടുമില്ല താനും. രാഷ്ട്രീയ നിലപാടിന്റെ പേരിലോ സിനിമയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരിലോ മമ്മൂട്ടിക്കെതിരെ ഇന്നേ വരെ സൈബർ ആക്രമണം ഉണ്ടായതായി ഓർമ്മയിലുണ്ടോ? എന്റെ അറിവിൽ ഇതുവരെയില്ല. എന്റെ മമ്മൂട്ടി വെള്ളം ചവച്ചു കുടിക്കുന്നത് കൊണ്ടാണോ? അതോ അത്തരം നിലപാടുകൾ മമ്മൂട്ടി എടുക്കാറില്ല എന്നാണോ? നിരോധിത സംഘടനയുടെ പ്രവർത്തകനായിരുന്ന ഹർഷദ് ആദ്യമായി എഴുതിയ ഉണ്ട എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് നായകൻ. സിനിമ പറയുന്ന വിഷയം നക്സലുകൾ പാവമാണെന്നും സവർണ പോലീസാണ് പ്രശ്നം എന്നതുമാണ്. അവിടെയും സവർണൻ. ഇന്നിപ്പോ അതേ ഹർഷദ്, അതേ മമ്മൂട്ടി. സിനിമ പുഴു, വിഷയം സവർണ അവർണ അയിത്തം. അവിടെയും സവർണ അവർണ അയിത്തം. ഇങ്ങനെ വളരെ സാവധാനത്തിൽ സിമി പ്രവർത്തകനായ ഹർഷദിനും കൂട്ടാളികൾക്കും മലയാള സിനിമയിൽ ഇടം കണ്ടെത്തി കൊടുക്കുന്നത് ആരാണ്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം അല്ലെ? എന്തായിരുന്നു അതിൽ അഭിനയിക്കാനുള്ള ചേതോ വികാരം? അറിയില്ല. ഇനി അയാളുടെ അടുത്ത പ്രോജക്റ്റുകൾ ഏതൊക്കെയെന്ന് കൂടി നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? ഏവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സ്വസ്ഥമായിരുന്നെന്ന് ചിന്തിക്കൂ. ഇതിൽ സത്യമേത് കള്ളമേതെന്ന് നിങ്ങൾ തന്നെ സ്വയം വിശകലനം ചെയ്ത് തിരഞ്ഞെടുക്കുക. ഇത് ഞാനൊരു മുഖപുസ്തകത്തിൽ വായിച്ചത് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഏവർക്കും നന്ദി, നമസ്കാരം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊപ്പം ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. സജി സോപാന.